നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താന്ന് നോക്ക ചേട്ടാ, അറിയാലോ. ഇംഗ്ലീഷ് നാണക്കേടാവൂലേ ഇത്? ഓ മാമി, എന്താ ചേട്ടാ? എന്തുവാണ് എന്തോ. ഓ, ഇംഗ്ലീഷിലായിരിക്കും അല്ലേ? വായിക്കാൻ പറ്റുന്നില്ല. എന്താ നിനക്ക് മനസ്സിലായില്ലേ? എന്താടി വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ? കണ്ണെന്നല്ല നിൽക്കുന്നേ. ഇങ്ങോട്ട് അവര് കൊണ്ടുപോയി. രക്ഷപ്പെട്ടല്ലോ. കോടികളുടെ ഇടപാടാണല്ലോ. നീ പറഞ്ഞത് ശരിയാ. വിശ്വേട്ടൻ മുഴുവൻ ഇടപാടുകളും ഏൽപ്പിച്ചിരിക്കുന്നത് അജയനെ തന്നെയാ. ഇതും നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി കൈകാര്യം ചെയ്താൽ മതി. എന്താ എടുത്തി? ഓ, അധികമൊന്നുമില്ല. ഒരു 2 കോടിയുടെ ഇടപാടാ. വരുന്ന 20-ാം തീയതിക്ക് മുമ്പ് വിശ്വേട്ടനെടുത്ത ഓഡിയുടെ പലിശ ഇനത്തിൽ 2 കോടി രൂപ ബാങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമെന്ന്. ജപ്തിയേ. അല്ല, അതിന് നിങ്ങളെന്തിനാ ഞെട്ടുന്നേ? ഉത്തരവാദിത്തം ഇവര് ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലേ? എന്താന്ന് വെച്ചാ അവര് ചെയ്തോളും. പിടിക്കേ, നിങ്ങൾ വാ. അജയേട്ടാ, നിനക്ക് സമാധാനമായല്ലോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞതില്ലടി പൊന്നും മോളെ അവരോട് പോട്ടിക്കൊന്നും പോരുതെന്ന്. ഇനിയിപ്പൊ നമ്മൾ എന്തോ ചെയ്യും? 1 2 അല്ല, 2 കോടിയാ. 2 കോടി. ദൈവമേ, അതും 20-ാം തീയതിക്ക് മുമ്പ്. ഓ, ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കും? നീ എന്തിനാണ് ഈ ദ്രോഹം ചെയ്തത് എന്നോട്? അതിന് ഞാൻ അറിഞ്ഞോ ഇതിങ്ങനൊരു പൊല്ലാപ്പായിരിക്കുമെന്ന്? അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയാൻ നിനക്ക് മനസ്സിലായില്ലടി. എന്റെ വിധി. അജയേട്ടാ, അടക്കി. ഏട്ടാ, എന്താ? എനിക്ക് ഏട്ടനോട് കുറച്ച് സത്യങ്ങൾ തുറന്നു പറയണം. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നല്? തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ
പക്ഷെ അതിനൊരു സാഹചര്യം ഒത്തു വന്നത് ഇപ്പോഴാ. നീ കാര്യം പറ. വിശ്വട്ടം പോയത് നമ്മളെ ചതിച്ചിട്ടാ. ഏ? അതേട്ടാ, കോടികളുടെ ബാധ്യതയും വരുത്തി വെച്ചിട്ട്. ഏട്ടൻ അമ്മ അന്വേഷിച്ച് തന്നെ പോയതാണോ എന്നെനിക്കിപ്പോ സംശയമുണ്ട്. ബാധ്യതയെല്ലാം നമ്മുടെ മണ്ടയ്ക്ക് കെട്ടിവെച്ചിട്ട് ഏട്ടൻ മുങ്ങിയതാന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കടവെല്ലാം എങ്ങനെ വീട്ടു ഏട്ടാ? നമ്മളല്ല, നീ ഒറ്റയ്ക്ക്. ഏട്ടൻ ഈ വീടിന്റെ മുഴുവൻ ചുമതലയും നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നല്ലേ നിന്റെ ഭാര്യ പറഞ്ഞത്. അപ്പൊ പിന്നെ കടബാധ്യത തീർക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കുണ്ട്. ഛേ, അവള് വിവരക്കേട് കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് വിചാരിച്ച് വിവരമുള്ള ഇടത്തി അത് കാര്യമാക്കാണോ? ഏട്ടത്തിയോ? ആരുടെ ഏട്ടത്തി? എന്റെ. നിനക്ക് എന്നു മുതലാടാ ഈ വിചാരമൊക്കെ ഉണ്ടായത്? ഏട്ടാ, ഏട്ടൊന്ന് കേൾക്കുന്നില്ലേ? ചട്ടിയും കലോ ആവുമ്പോ തട്ടിയും മുട്ടിയും ഇരിക്കും എന്ന് വെച്ച് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പം ഇങ്ങനെ തള്ളിപ്പറയാണോ ചെയ്യേണ്ടത്? അല്ല, ഈ പ്രതിസന്ധി ഘട്ടം എങ്ങനെ ഉണ്ടായി? അതെന്ത് ചോദ്യമായിട്ടാ? നമ്മൾ ബിസിനസ് ചെയ്തപ്പോ ഉണ്ടായതല്ലേ. ഏത് ബിസിനസ്സാ നമ്മൾ ഒരുമിച്ച് ചെയ്തേ? എന്നെ ഹരിയെ ഡമ്മിയാക്കി നിർത്തി നീ ഏട്ടനും കൂടിയല്ലേ ബിസിനസ് എല്ലാം ചെയ്തേ? ഏട്ടാ, ലാഭവിഹിതം എന്തുണ്ടെന്ന് ഇന്നേ വരെ എന്നോട് പറയാത്ത സ്ഥിതിക്ക് നഷ്ടക്കച്ചവടത്തിന്റെ കണക്ക് എനിക്ക് അറിയാൻ വേണ്ട. അയ്യോ ഏട്ടാ, ലാഭത്തിന് കണക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം നോക്കി നടത്തിയൊന്ന് വിശ്വട്ടനല്ലേ. എന്നാ പിന്നെ ബാങ്കിലെ കടവും വിശ്വട്ടം വന്നിട്ട് അടച്ചോളൂ. അയ്യോ, അങ്ങ് ദൂരെ കാശ് കിടന്ന് വിശ്വട്ടൻ എന്തുകൊണ്ട് അടയ്ക്കാനാ? വന്നിട്ട് അടച്ചാ മതിയെന്നേ. അപ്പോഴേക്കും ഉള്ളതെല്ലാം ബാങ്കുകാർ കൊണ്ടുപോളും. കൊണ്ടുപോട്ടെ. അയ്യോ, ഇതിലിപ്പോ കൂട്ടുകക്ഷി ചേരാൻ ചന്ദ്രേട്ടനെ കിട്ടില്ല. ചന്ദ്രേട്ട വന്നേ. അല്ല, പോവാണോ? ചന്ദ്രേട്ടനെ അവര് കൊണ്ടുപോയി. ദൈവമേ, അപ്പൊ കുരിശ് എന്റെ മാത്രം ചുമല്ലായോ? 2 കോടി. 2000 രൂപ തേച്ചെടുക്കാനില്ലാത്ത ഞാൻ എവിടെ ഉണ്ടാക്കും? ഓർത്തിട്ട് തലകറങ്ങുന്നു.